കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈന്തപ്പഴത്തിൻ്റെ 1-2 ഗുണങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ കുറച്ച് അധികം ഗുണങ്ങളെ പരിചയപ്പെടാം. അയൺ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈന്തപ്പഴം. അതിനാൽ ബ്ലഡ് കുറവുള്ളവർ സ്ഥിരമായി ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുവഴി ബ്ലഡിലെ അയൺ കണ്ടൻറ്റ് കൂടുകയും അനീമിയ അല്ലെങ്കിൽ വിളർച്ച തടയാൻ സഹായിക്കുകയും ചെയ്യും. ഫാറ്റിൻ്റെ അളവ് വളരെ കുറവായതിനാൽ ശരീരത്തിലെ എക്സസ് ഫാറ്റ് കുറയ്ക്കാനും അതുവഴി വെയിറ്റ് കുറയ്ക്കാനും ഈ ഫ്രൂട്ട് വളരെ ഉപകാരപ്രദമാണ്. പ്രമേഹ രോഗമുള്ളവർക്കും മിതമായ അളവിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണിത്. ഈന്തപ്പഴത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ വളരെ കുറവാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ എത്ര വേഗത്തിൽ ഷുഗർ മുകളിലേക്ക് ഉയരുന്നു എന്നൊരു കണക്കാണ്. ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വളരെ സാവധാനം മാത്രമേ ഷുഗർ ലെവൽ പൊങ്ങുന്നുള്ളൂ. അതായത് ശരീരത്തിലേക്ക് ഷുഗർ റിലീസാവുന്നത് വളരെ സാവധാനം മാത്രമായിരിക്കും. അതിനാൽ തന്നെ പ്രമേഹ രോഗമുള്ളവർക്കും മിതമായ അളവിൽ ഡേറ്റ്സ് കഴിക്കാവുന്നതാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഷുഗർ ആഡ് ചെയ്തതോ പഞ്ചസാര ലായനിയിൽ ഇട്ടതോ ആയ ഡേറ്റ്സ് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. നാച്ചുറൽ ഷുഗർ അടങ്ങിയിട്ടുള്ളതിനാൽ പെട്ടെന്ന് ക്ഷീണം ഇല്ലാതാക്കാനും എനർജി വീണ്ടെടുക്കാനും ഈ ഫ്രൂട്ട് സഹായിക്കും. ദിവസവും രാവിലെ ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ദിവസം മുഴുവൻ എനർജറ്റിക് ആയിരിക്കാനായിട്ട് കഴിയുന്നതാണ്. നോമ്പ് തുറക്കുമ്പോൾ അവരാദ്യം കഴിക്കുന്നത് ഡേറ്റ്സ് ആണ്. അതിൻ്റെ കാരണം പെട്ടെന്ന് ഊർജം ലഭിക്കാനും വിശപ്പ് മാറ്റാനും ഈന്തപ്പഴം നല്ലതാണ് എന്നതുകൊണ്ടാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. ശരീരത്തിലെ ക്ഷീണം, മുടി കൊഴിച്ചിൽ എന്നിവ കൺട്രോൾ ചെയ്യാൻ ഈന്തപ്പഴം വഴി സാധിക്കും. മുടിക്ക് കരുത്തു പകരാനും പല്ലിലെ ഇനാമലിന് ബലം നൽകാനും ബ്രെയിൻ ഹെൽത്തിന് അല്ലെങ്കിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനുമെല്ലാം ഈന്തപ്പഴം വളരെ നല്ലതാണ്. കാൽസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും എല്ലുകളുടെ തേയ്മാനം കുറയ്ക്കാനും ബോൺ ഡെൻസിറ്റി കൂട്ടാനുമെല്ലാം ഈന്തപ്പഴം സഹായിക്കും. വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതിനാൽ നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് കുറയ്ക്കാനും ഈ പഴം വളരെ നല്ലതാണ്. അതുപോലെ സ്ത്രീകളിൽ സുഖപ്രസവം നടക്കാനും ഈ ഫ്രൂട്ട് വളരെ ഫലപ്രദമാണ്.